ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോവയ്ക്കയിൽ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ പഴുക്കാൻ തുടങ്ങിയതോ അല്ലാത്തതായിട്ടുള്ള കോവയ്ക്ക ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് പഴുക്കാൻ തുടങ്ങുന്ന കോവയ്ക്ക നമ്മൾ ഉപയോഗിക്കാറില്ല, കളയുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യാതെ ഇതുപോലെ മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. 1/2 കിലോ കോവയ്ക്ക നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയും ചൂടും ചെറുതായിട്ടൊന്ന് മുറിച്ച ശേഷം നെടുകെ പിളർത്തി കനം കുറച്ച് ചീകി അരിയാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ പഴുത്ത കോവയ്ക്ക എടുക്കരുത്, അതിന് പുളിപ്പും കൂടുതലായിരിക്കും, അതുപോലെ അതിൽ വെള്ളവും കൂടുതലുണ്ടായിരിക്കും. കോവയ്ക്ക നമുക്ക് മെഴുക്കുവരട്ടി വയ്ക്കാം, തോരൻ വയ്ക്കാം, അതുപോലെ കറി വയ്ക്കാം. എങ്ങനെ ചെയ്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത്രയും ഗുണമുള്ള സാധനമാണ് കോവയ്ക്ക. ഇങ്ങനെ ഫ്രൈ ചെയ്യാനും വളരെ നല്ലതാണ്. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, കായം പൊടിച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി തൊലിയോടെ കൂടി ചതച്ചത് 1¼ ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1½ ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പുപൊടി. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഒന്ന് പുരട്ടിയെടുക്കണം. പുരട്ടുന്ന സമയത്ത് കോവയ്ക്ക ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോഴും നല്ലപോലെ നനഞ്ഞിട്ടില്ല. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത ഉപ്പും കോവയ്ക്കയിലുള്ള വെള്ളം എല്ലാം കൂടെ ചേർന്ന് നല്ല പാകത്തിനായിക്കോളും. മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ല രുചി കിട്ടുന്നത്. അത് വേണ്ടാന്നുള്ളവർക്ക് ഏതെണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഒരു 6-7 മിനിറ്റ് വെച്ച ശേഷം തിരിച്ചിടാം. ഇപ്പോൾ പകുതി വേഗമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇപ്പോഴും ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എടുക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നത്. ഈ ഒരളവിൽ വെളിച്ചെണ്ണ കിടന്നാൽ മതി. എണ്ണ കുറയുന്നതനുസരിച്ച് നമ്മൾ ഇടുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി. വറക്കുന്ന പരുവം ശരിയാണെങ്കിൽ ഇതുപോലെ നല്ല കളറിൽ ക്രിസ്പി ആയിട്ട് കിട്ടും. കൂടുതൽ വറുത്ത കളറും രുചിയും മാറും. അതുകൊണ്ട് ഒരു പാകത്തിന് വേണം വറുത്തെടുക്കേണ്ടത്, കരിഞ്ഞു പോകാതെ. ഇനി ഇത്രയും കൂടെ ഉള്ളു വറക്കാൻ. അധികം പഴുത്ത കോവയ്ക്ക എടുക്കരുത്, അതിന് പുളിപ്പ് കൂടുതലായിരിക്കും, അതുപോലെ വെള്ളം ഒരുപാടുണ്ടാവും. ആദ്യം ഒരു പ്രാവശ്യം ഒഴിച്ച വെളിച്ചെണ്ണയിൽ ഇത്രയും വറുത്തെടുത്ത് രണ്ടാമത് ഒഴിച്ചിട്ടില്ലേ. നല്ല മുരുമുരാന്നുള്ള ഈ ഫ്രൈ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്